Over the last 12 months, you have dared to reach for something greater. Tonight, against all odds, we have grasped it. The future is in our hands. My friends, we have toppled a political dynasty. കഴിഞ്ഞ 12 മാസമായി നിങ്ങൾ മഹത്തായ ഒന്ന് നേടുന്നതിന് വേണ്ടി സധൈര്യം നിന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജയിച്ച് ഇന്ന് രാത്രി നമ്മൾ അത് നേടിയെടുത്തു. ഭാവി നമ്മുടെ കൈകളിലാണ്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു രാഷ്ട്രീയ രാജവംശത്തെ അട്ടിമറിച്ചിരിക്കുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യ മുസ്ലിം മേയറായി സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ന്യൂയോർക്കിൽ മംദാനി തരംഗം ആഞ്ഞടിച്ചു. ട്രംപ് കടപുഴകി വീണു. ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കേണ്ട പുതിയൊരു അധ്യായമാണ് ട്രംപിന്റെ അമേരിക്കയിൽ കുടിയേറ്റക്കാരനും ട്രംപ് എതിരാളിയും വിശിഷ്യ മുസ്ലിം വിശ്വാസിയുമായ സൊഹ്റാൻ മംദാനി കുറിച്ചിരിക്കുന്നത്. മതവെറിയും വംശവെറിയും കൈമുതലുള്ള അമിത ദേശീയവാദിയായ ട്രംപ് കാർഡുകളെ കാറ്റിൽ പറത്തി അത്തരം ചിന്തകൾക്ക് ഇന്ത്യന്റെ ലോകത്ത് സ്ഥാനമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ ജനത. ഭീഷണികൾക്കിടയിലും ജ്വലിച്ചുയർന്ന് സൊഹ്റാൻ മംദാനി അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ ഏറ്റവും വലിയ നഗരത്തിന് ഒരു മുസ്ലിം മേയർ ഉണ്ടായിരിക്കുന്നു. ധിക്കാരിയും വംശീയവാദിയും വർഗീയവാദിയും അമിത ദേശീയവാദിയുമായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ വംശഹത്യാ ഭീകരനായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ന്യൂയോർക്ക് സിറ്റിയിൽ കാലെടുത്തു വെച്ചാൽ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കയറ്റുമെന്ന് ഒരു കൂസലുമില്ലാതെ പ്രഖ്യാപിച്ച 34-കാരനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് നഗരത്തിന്റെ അധിപനായിരിക്കുന്നു. മംദാനി ട്രംപിനെ വെല്ലുവിളിച്ചതും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതും അധികാരം കിട്ടിയതിനു ശേഷമല്ല, ഇലക്ഷൻ നടക്കുന്നതിന് എത്രയോ മുമ്പാണ്. അതും ട്രംപ് കുടിയേറ്റക്കാരെ ഒന്നടങ്കം തുരത്താൻ ശ്രമിക്കുന്ന സമയത്ത്. അതും ഒരു കുടിയേറ്റക്കാരനായ മംദാനിയാണ് ട്രംപിനെ വെല്ലുവിളിച്ച് ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള മത്സരരംഗത്ത് തിളങ്ങി നിന്നത്. അതും ജൂതർക്ക് ശക്തമായ പിൻബലമുള്ള ന്യൂയോർക്കിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മംദാനിയെ പല നിലക്കും തരം താഴ്ത്താനും നാടുകടത്താനും ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിമായതിന്റെ പേരിൽ വംശീയ അധിക്ഷേപത്തിനും കുടിയേറ്റക്കാരനാണെന്ന പേരിൽ 2ാം തരം പൗരനായി ചിത്രീകരിച്ചും തളർത്താനും തകർക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പണത്തിന്റെ ഹുങ്ക് കാട്ടി ട്രംപ് മംദാനിയെ വെല്ലുവിളിച്ചപ്പോൾ മംദാനി അതിന് മറുപടിയായി ട്രംപിനോട് പറഞ്ഞത്, തനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ എന്തിനേയും നേരിടാൻ തയ്യാറായി 1,00,000-നടുത്തുള്ള വളണ്ടിയേഴ്സ് ഉണ്ടെന്നാണ്. താങ്കളുടെ പണത്തിനേക്കാൾ പവർ തന്റെ ആ സന്നദ്ധ സേനക്കാണെന്നാണ്. ആ ശക്തിയാണ് ഇപ്പോൾ മംദാനിയെ വിജയിപ്പിച്ചിരിക്കുന്നത്, ട്രംപിനെ തള്ളിയിരിക്കുന്നത്. അവസാനം മേയർ സ്ഥാനത്തേക്കുള്ള മത്സരം മംദാനി നേടുമെന്നായപ്പോൾ ഏറ്റവും നെറികെട്ടടവും ട്രംപ് പ്രയോഗിച്ചു. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത് പോലെ അതേ നയം തന്നെ ട്രംപ് പറഞ്ഞത്, ന്യൂയോർക്കിന്റെ മേയറായി മംദാനി വന്നാൽ ന്യൂയോർക്കിന്റെ വികസനത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും നൽകില്ല എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ, ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യത്തിന്റെ തലവൻ ആ രാജ്യത്തെ ഒരു മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ദുർബലമാക്കാൻ നടത്തിയ പ്രസ്താവനയായിരുന്നു അത്. അവിടെയും ട്രംപ് പരാജയപ്പെട്ടു. മംദാനി പറഞ്ഞത്, ഞാൻ അധികാരത്തിലെത്തിയാൽ എല്ലാ ഗുണ്ടകളെയും ഒതുക്കുമെന്നാണ്. അത് മതിയാകും ട്രംപിന്റെ ധാർഷ്ട്യത്തിന്. സൊഹ്റാൻ മംദാനി ട്രംപിന്റെ ശത്രുവാകാൻ ചില കാരണങ്ങളുണ്ട്. അമിത ദേശീയവാദിയായ ട്രംപിന്റെ കണ്ണിൽ മംദാനിയുടെ അമ്മ ഇന്ത്യൻ വംശജയാണ്, പിതാവ് ഉഗാണ്ടക്കാരനാണ്. ഇവിടെ മംദാനിയും കുടുംബവും കുടിയേറ്റക്കാരാണ്, 2ാം തരം പൗരന്മാരാണ്. 2, ഇസ്രായേലിന്റെ തോഴനായ ട്രംപിന് മംദാനി ഗസയെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നതും നെതന്യാഹുവിന്റെ വംശഹത്യയെ അങ്ങേയറ്റം എതിർക്കുന്നതും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മംദാനി ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. മാത്രമല്ല, ട്രംപ് ഇസ്രായേലിന്റെ വംശഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നതിനെ ശക്തമായി മംദാനി ചോദ്യം ചെയ്യുന്നതും മംദാനി ട്രംപിന്റെ കണ്ണിലെ കരടാവുന്നതിന് കാരണമായി. മംദാനി ഇസ്രായേലി ഭരണകൂടത്തെയും നെതന്യാഹുവിനെയും സൈന്യത്തെയും ശക്തമായി എതിർക്കുമ്പോഴും
ന്യൂയോർക്കിലെ ജൂതരിലെ നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരും മംദാനിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ വിഭജനത്തിന്റെ വൈരം വിതച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് മംദാനിക്ക് വോട്ട് ചെയ്യുന്ന ജൂതർ വിഡ്ഢികളാണെന്നാണ്. ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് മംദാനി ജൂതവിദ്വേഷിയാണ്, അഥവാ ജൂതരെ ശത്രുവായി കാണുന്നവനാണെന്നാണ്. അതേസമയം പ്രചരണത്തിലുടനീളം മംദാനി ജൂതക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ന്യൂയോർക്കിലെ സെമിറ്റിക് വിരുദ്ധ സംഭവങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ജൂത സംഘടനകളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും അദ്ദേഹത്തിന് അംഗീകാരങ്ങളും പിന്തുണയും ലഭിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം ട്രംപ് തന്റെ അനുയായികളോട് പരസ്യമായി തന്നെ പറഞ്ഞത് ക്യൂമോക്ക് വോട്ട് ചെയ്യാനായിരുന്നു. ട്രംപിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രൂ ക്യൂമോയാണ് സൊഹ്റാൻ മംദാനി മലർത്തിയടിച്ചത്. തന്നെ സ്വയം ജനാധിപത്യ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച സൊഹ്റാൻ മംദാനി അമേരിക്കൻ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യത്തെ മുസ്ലിം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളെ പ്രതിരോധിക്കുന്ന പദ്ധതികളായിരുന്നു മംദാനിയുടെ മാനിഫെസ്റ്റോ. സൗജന്യ ശിശു സംരക്ഷണം, സൗജന്യ ബസ് ഗതാഗതം, വാടക മരവിപ്പിക്കൽ എന്നീ പദ്ധതികളിലൂടെ അദ്ദേഹം ലിബറൽ വോട്ടർമാരെ ആകർഷിച്ചു. വാടക നിയന്ത്രിക്കുന്ന പദ്ധതി ഏകദേശം 10 ലക്ഷം ന്യൂയോർക്കുകാരെ ബാധിക്കുന്ന ഒന്നാണ്. ട്രംപിന്റെ വികലമായ സാമ്പത്തിക നയങ്ങൾക്കും വംശീയ ഉന്മൂലന പിന്തുണക്കുമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒരു കുടിയേറ്റക്കാരനായ മുസ്ലിമിൽ നിന്നും ട്രംപിന് ലഭിച്ചത്. സത്യത്തിൽ തോറ്റത് ആൻഡ്രൂ ക്യൂമോയല്ല, ട്രംപാണ്. ജയിച്ചത് മംദാനോടൊപ്പം അമേരിക്കൻ ജനാധിപത്യവുമാണ്. ന്യൂയോർക്കിൽ ജയിച്ചു വന്ന ഒരു കാൻഡിഡേറ്റിന് ഭാവിയിലെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിക്കാൻ അവസരമുണ്ടാവാം. 20 ലക്ഷത്തോളം വരുന്ന വാടക താമസക്കാർ ന്യൂയോർക്കിലുണ്ട്. മംദാനി പറയുന്നത് സ്ഥിരതാമസക്കാരുടെ വാടക മരവിപ്പിക്കുമെന്നാണ്. എല്ലാ സിറ്റി ബസ്സുകളുടെയും യാത്രാക്കൂലി ശാശ്വതമായി ഇല്ലാതാക്കുമെന്നും മുൻഗണനാ പാതകൾ വേഗത്തിൽ നിർമ്മിക്കുമെന്നും ഉൾപ്പെടെ വേഗത്തിലാക്കുമെന്നും മംദാനി പറയുന്നു. 6 ആഴ്ച മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ന്യൂയോർക്കുകാർക്കും സൗജന്യ ശിശു സംരക്ഷണം നടപ്പിലാക്കുമെന്നും ശിശു സംരക്ഷണ തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കുമെന്നും മംദാനി പറയുന്നു. ഭക്ഷണ വില കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നഗരോടമസ്ഥതയിലുള്ള പലചരക്ക് കടകളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുമെന്ന് മംദാനി പറയുന്നു. കോർപ്പറേറ്റ് നികുതി 11.5% ഉയർത്തിയും വാർഷിക വരുമാനം $1 മില്യൺ മുകളിലുള്ളവർക്ക് 2% നികുതി ഏർപ്പെടുത്തിയും തന്റെ പദ്ധതികൾക്ക് പണം കണ്ടെത്തുമെന്നാണ് മംദാനി പറയുന്നത്. ഈ ജനകീയ പ്രഖ്യാപനങ്ങളാണ് മംദാനിയെ പുതുതലമുറയിലേക്ക് കൂടുതൽ അടുപ്പിച്ചെന്ന് പറയാം. ഈ രാജ്യത്തെ വഞ്ചിച്ച ട്രംപിനെ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ട്രംപിനെ വളർത്തിയ ഈ നഗരത്തിനാണ് കഴിയുക എന്നാണ് മംദാനി പറഞ്ഞത്. മോട്ട് ഹവൻ ബ്രോൺസിൽ നിന്നുള്ള 68 വയസ്സുള്ള ലൂസി കോർഡറോ പറഞ്ഞത്, ഞാൻ വോട്ട് ചെയ്തത് മംദാനിക്കാണ്. അദ്ദേഹം പുതിയതും പുതുമയുള്ള വ്യക്തിയുമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു മാറ്റം വരുത്താനും ഇപ്പോഴുള്ള കുഴപ്പങ്ങൾ പരിഹാരം കാണാനും കഴിഞ്ഞേക്കും എന്നാണ്. ആൻഡ്രൂ ക്യൂമോയെ ട്രംപ് ചേർത്ത് പിടിച്ചതിനെ അവർ കളിയാക്കി. മംദാനി ജയിച്ചപ്പോൾ പരാജയപ്പെട്ടത് ട്രംപാണ്, ക്യൂമോ അല്ല. സത്യത്തിൽ മത്സരം മംദാനിയും ട്രംപും തമ്മിലായിരുന്നു.